ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് എൻ്റെ മോനും അനിയത്തിൻ്റെ മോനും ഒക്കെ ലീവ് കഴിഞ്ഞിട്ട് പോകലായി 2 മാസമായി അവർ വന്നിട്ട്. അപ്പോൾ അവരെ ലീവൊക്കെ കഴിഞ്ഞിട്ട് ഇന്ന് അവർ തിരിച്ച് ക്യാമ്പസിലേക്ക് തന്നെ പോവുകയെന്ന്. അപ്പം ഇന്നത്തെ ഫുള്ളൊരു രാവിലെ മുതൽ വൈകുന്നേരം വരെയുള്ള വീഡിയോസാണ്. അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാണ്ട് ഫുള്ളായിട്ടൊന്ന് വാച്ച് ചെയ്യുക. അങ്ങനെ ഇതാ രാവിലെ തന്നെ 9 മണിക്കാണ് രണ്ടാളും നല്ല പോലെ ഉറങ്ങിപ്പോയിട്ടുണ്ട്. 9 മണിക്ക് എണീറ്റ് വന്നിട്ട് ഇതാ നെയ്പ്പത്തലിന് മാവൊക്കെ സെറ്റാക്കിയിട്ട് നെയ്പ്പത്തലും ചുട്ട് പിന്നെ ഇതാ ബീഫ് കുക്കറിൽ വെച്ചിട്ട് അതും കറി ഉണ്ടാക്കിയിട്ട് അങ്ങനെ അതൊക്കെ കഴിച്ചു. ഉച്ചയ്ക്ക് പിന്നെ ചെറുതായി ഒന്ന് സദ്യ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. എപ്പോഴും ചിക്കനും ബീഫും ഒക്കെ തന്നെയല്ലേ. അപ്പോൾ അവർക്ക് അത് കൂട്ടി തന്നെ മടുപ്പ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ഇതുപോലെ സദ്യ ഉണ്ടാക്കി കൊടുക്കാമെന്ന് വെച്ചാൽ അവിടെ എത്തിയാൽ പിന്നെ നെയ്ച്ചോറും ബിരിയാണി അങ്ങനത്തെ ഒക്കെ ഇഷ്ടം പോലെ കിട്ടും, പൊറോട്ടയും അങ്ങനത്തെ ഒക്കെ. പിന്നെ ഈ സദ്യ ഇതുപോലെ സാമ്പാർ അങ്ങനത്തെ ഒന്നും അങ്ങനെ കിട്ടൂലല്ലോ. അപ്പോൾ ഇന്ന് അത് ഉണ്ടാക്കി കൊടുക്കാമെന്ന് വിചാരിച്ച്. അല്ലെങ്കിലും അങ്ങനെയാണെന്നല്ല, ഗൾഫിൽ നിന്ന് ആരെങ്കിലും വന്നാലും അവർ പോകുന്നത് വരെ വിചാരിക്കും ഇനി കുറച്ച് ദിവസമില്ലേ പോകാൻ നിൽക്കുന്ന ടൈമിൽ എന്തെന്ന് ഉണ്ടാക്കി കൊടുക്കേണ്ടത് എന്തെന്ന് തിന്നിക്കേണ്ടത് ഒന്നും തിരിയൂല. എന്തുണ്ടാക്കി കൊടുത്താലും നമുക്ക് മതിയാവൂല. പക്ഷേ അവർക്കാണെങ്കിൽ പോകുന്ന ടെൻഷനുണ്ട്, അവർക്ക് തിന്നാനും പറ്റൂല. അങ്ങനത്തെ ഒരു അവസ്ഥ ഉണ്ടാകൽ. അങ്ങനെ ഇതാ ഞാൻ പിന്നെ സാമ്പാറും അവിയലും കൂട്ടുകറിയും അങ്ങനെയൊക്കെ ഉണ്ടാക്കാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ ഞാൻ ഉണ്ടാക്കുന്ന സ്റ്റൈൽ നിങ്ങൾക്കും കാട്ടിത്തരാമെന്ന് വിചാരിച്ച് അതിനായിട്ട് ആദ്യം ഞാൻ വെജിറ്റബിൾസൊക്കെ ഒന്ന് അരിഞ്ഞെടുക്കുകയായിരുന്നു. ആദ്യം ഞാൻ പിന്നെ സാമ്പാർ വെക്കേണ്ട വെജിറ്റബിൾസൊക്കെ ഒരു പാത്രത്തിലേക്ക് അരിഞ്ഞിട്ടിട്ടുണ്ട്. പിന്നെ അവിയലിന് വേണ്ട ഐറ്റംസൊക്കെയാണ് ഞാൻ എടുത്തത്. ചേനയും പിന്നെ പച്ചക്കായി ഇല്ലാത്തതുകൊണ്ട് ഞാൻ എൻ്റെ അടുത്തുണ്ടായിന് ചെറിയ പഴം പഴുക്കാൻ വേണ്ടിയിട്ട് വെച്ചത്. അതിൽ നിന്ന് പച്ച നോക്കിയിട്ട് എടുത്തിട്ട് അതും കൂട്ടിയിട്ടുണ്ട്. പിന്നെ എൻ്റെ മുറ്റത്തുനിന്ന് കിട്ടിയ 2 കോവക്കയും കൂടി എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ബീൻസും ക്യാരറ്റും പിന്നെന്ത് മുരിങ്ങക്കോലും ഇപ്പൊക്കെ അവിയലിന് ഇടലുണ്ട്. പക്ഷേ ഇവിടെ ഉണ്ടായിട്ടും ഞാൻ ഇട്ടിട്ടൊന്നുമില്ല. എല്ലാവർക്കും ഇഷ്ടപ്പെടില്ല. ഇവിടെ ആരും കയ്പ്പൊക്കെ അങ്ങനെ കൂട്ടൂല. ഞാനും ഉപ്പൊക്കെ കയ്പ്പൊക്കെ കൂട്ടും. അങ്ങനെ ഇത് അവിയലിന് അരിയുമ്പം ഇതുപോലെയാണ് കേട്ടോ ഞാൻ അരിഞ്ഞെടുക്കൽ. എനിക്ക് എന്തുണ്ടാക്കുമ്പോഴും ഓരോ സ്റ്റൈലിൽ മുറിക്കണം, എന്നാലേ റാഹത്താവും. അതുകൊണ്ട് ആരെയും ഞാൻ മുറിക്കാൻ വേണ്ടിയിട്ട് വിടൂല. എന്തെങ്കിലും ഐറ്റംസ് ഉണ്ടാക്കുമ്പോൾ അത് എനിക്ക് തന്നെ ഉണ്ടാക്കണം. വേറെ ആരെങ്കിലും അതിൽ കൂടിയാൽ ഒരു തൃപ്തി വരൂല. അതുകൊണ്ട് ഞാൻ തന്നെ മുറിക്കുകയും ചെയ്യും, ഞാൻ തന്നെ ഉണ്ടാക്കുകയും ചെയ്യണം. അപ്പോഴേ എൻ്റെ മനസ്സിനൊരു റാഹത്താവും. മുമ്പൊന്നും ഞാൻ ആരെയും അടുക്കളയിലേക്ക് കയറ്റലില്ല. ഞാൻ എന്തെങ്കിലും ഉണ്ടാക്കുമ്പം അത് ഞാൻ മാത്രമേ ഉണ്ടാക്കിക്കൊടും. ഇപ്പം അനിയത്തിയൊക്കെ എന്തെങ്കിലും ചെയ്തെന്നാലും വലിയ കുഴപ്പമൊന്നുമില്ല. മുമ്പേ ചെയ്തെന്നാൽ എന്തെങ്കിലും കുറ്റവും കുറവും പറയും. അങ്ങനത്തെ ഒരു പ്രത്യേകതരം സൈക്കോന്ന് ഞാൻ. എന്നെപ്പോലെ ആരെങ്കിലും ഉണ്ടെങ്കിൽ താഴെ ഒന്ന് കമൻറ്റ് ചെയ്തോളിട്ടാ. പിന്നെ ഇതുപോലത്തെ സൈക്കോകൾ ഉണ്ടെങ്കിൽ. അവിയലിൽ പിന്നെ ഞാൻ വെള്ളരി കൂടി ചേർത്തിട്ടുണ്ട്. അത് ഞാൻ നേരത്തെ പറഞ്ഞിട്ടില്ല. അങ്ങനെ അവിയലിൻ്റെ കഷ്ണങ്ങളൊക്കെ മുറിച്ച് അതൊരു പാത്രത്തിൽ അവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി കൂട്ടുകറിക്കുള്ളതാണ്. ചേന എടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ കായും എടുത്തിട്ടുണ്ട്. ചെറിയ പഴമാണ് കേട്ടോ, സോദരി പഴമാണ് എടുത്തത്. പഴമല്ല, സോദരിക്കായ. അങ്ങനെ അതും കൂടി എടുത്തിട്ട് അതൊക്കെ ഒന്ന് വൃത്തിയാക്കിയിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട്. അതും ഒരു പാത്രത്തിൽ മാറ്റി വെച്ച്. പിന്നെ പയറ് മെഴുക്ക് വരട്ടി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അതിനും പയർ ഒരുപോലെ വലുതായിട്ടൊന്ന് അരിഞ്ഞെടുക്കുന്നുണ്ട്. അങ്ങനെ അതൊക്കെ പച്ചക്കറികളൊക്കെ മുറിച്ച് മാറ്റി വെച്ച് പിന്നെ ഇന്ന് ഫുള്ള് കുക്കറിലാണ് കളി. അപ്പോൾ ഞാൻ പരിപ്പൊക്കെ കുക്കറിലേക്ക് ഇട്ടിട്ട് നല്ല പോലെ ഒന്ന് കഴുകിയെടുത്തിട്ടുണ്ട്. പിന്നെ അരിഞ്ഞ് വെച്ച പച്ചക്കറികളൊക്കെ അതിലേക്ക് ഇട്ട് കൊടുത്ത് മുരിങ്ങക്കോല് ഫസ്റ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതൊക്കെ ഞാൻ എടുത്ത് മാറ്റിയിട്ടുണ്ട്. ഇല്ലെങ്കിൽ അതിൻ്റെ കോല് മാത്രമേ ബാക്കി ഉണ്ടാകും. ഫുള്ള് നല്ലോണം വെന്തിട്ട് പോകും. പിന്നെ അതിലേക്ക് 2 സ്പൂൺ മുളക് പൊടി, ആവശ്യത്തിനുള്ള ഉപ്പും 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടിട്ട് അത് കുക്കർ അടച്ച് വെച്ച് നല്ല പോലെ ഒന്ന് വേവിച്ചെടുത്ത് വെന്ത് വന്നതിന് ശേഷം ഒരു പാത്രം അടുപ്പത്ത് വെച്ച് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് പിന്നെ കടുക് പൊട്ടിച്ച് പിന്നെ അതിലേക്ക് കുറച്ച് ഉലുവ ഇട്ട് 1/2 സ്പൂൺ ഉലുവയും 1/2 സ്പൂൺ ചെറിയ ജീരകവും കൂടി ഇട്ട് കൊടുത്ത് നല്ലപോലെ പൊട്ടി വരുമ്പോൾ അതിലേക്ക് കുറച്ച് വെളുത്തുള്ളി ചതച്ചതും കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുത്തതിന് ശേഷം 2 സ്പൂണ് സാമ്പാർ പൊടിയും കൂടെ ചേർത്തിട്ട് നല്ല പോലെ ഒന്ന് മൂപ്പിച്ചെടുത്തതിന് ശേഷം നമ്മുടെ വെന്ത് വെച്ച പച്ചക്കറികളൊക്കെ അതിലേക്കൊന്ന് ഇട്ട് കൊടുത്തിട്ട് നല്ല പോലെ ഒന്ന് തിളപ്പിച്ച് എടുക്കുക. തിളച്ച് വരുമ്പോൾ അതിലേക്ക് കുറച്ച് പുളിയും കൂടെ പിഴിഞ്ഞ് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ സാമ്പാർ റെഡി ആയിട്ടുണ്ട്. പിന്നെ അവിയൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വെജിറ്റബിൾസും ഒക്കെ കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് തക്കാളി, പച്ചമുളക്, ഉള്ളി, ഇഞ്ചി, വെളുത്തുള്ളി ഇതൊക്കെ ഇട്ടിട്ട് പിന്നെ 1 സ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കുറച്ച് വെള്ളം കൂടി ചേർത്തിട്ട് കുക്കറിൽ വെച്ചിട്ടുണ്ട്. അത് 1 വിസിലാണ് കേട്ടോ. അവിയലിന് സാമ്പാറിന് 2 വിസിലടിച്ചാൽ മതി. അപ്പോൾ തന്നെ വേവും. പിന്നെ കുറച്ച് തേങ്ങ എടുത്ത് അതിലേക്ക് 1/2 സ്പൂൺ ചെറിയ ജീരകവും പിന്നെ 3-4 ചെറിയ ഉള്ളിയും കൂടെ ചേർത്ത് തൈരും കൂടി ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് ഒതുക്കിയെടുക്കണം. പിന്നെ ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് നല്ലപോലെ ചൂടായി വരുമ്പോൾ അതിലേക്ക് കടുകിട്ട് പൊട്ടിച്ച് കൊടുത്തിട്ട് പിന്നെ അതിലേക്ക് നമ്മുടെ വെന്ത് വന്ന വെജിറ്റബിൾസൊക്കെ ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കുക. പിന്നെ നമ്മുടെ
തേങ്ങ ഒതുക്കിയതും കൂടി അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ അവിയലും കൂടെ റെഡി ആയിട്ടുണ്ട്. പിന്നെ ഇതാ പയറ് മെഴുക്ക് പുരട്ടി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയും നീരുള്ളിയും കൂടിയിട്ട് നല്ല പോലെ ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട് വെളിച്ചെണ്ണയിൽ. പിന്നെ 2 പച്ചമുളകും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതൊക്കെ നന്നായി വഴഞ്ഞു വരുമ്പോൾ അതിലേക്ക് നമ്മൾ അരിഞ്ഞ് വെച്ച പയറിട്ട് കൊടുത്തിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും 1 സ്പൂൺ മുളക് പൊടിയും ചേർത്തിട്ട് നല്ല പോലെ ഒന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കുക. ഇപ്പോൾ ഇതാ നമ്മുടെ മെഴുക്ക് പുരട്ടിയും റെഡിയായി കിട്ടിയിട്ടുണ്ട്. നല്ല പോലെ മൊരിഞ്ഞ് എണ്ണയിലൊക്കെ പിടിച്ചിട്ട് നല്ല സെറ്റായി വന്നിട്ടുണ്ട്. അപ്പോൾ അതും ആയിട്ടുണ്ട്. ഇനി ഇതാ ചെമ്മീൻ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ചെമ്മീനെ കൊണ്ട് പിന്നെ ഫ്രൈ ചെയ്തെടുക്കാമെന്ന് വിചാരിച്ചു. അതിലേക്ക് ഞാൻ ഒരു 3-4 ചെറിയ ഉള്ളി ചെറുതായി അരിഞ്ഞതും 1/4 കഷ്ണം തക്കാളിയും പിന്നെ 2 പച്ചമുളകും ആവശ്യത്തിനുള്ള ഉപ്പും 2 സ്പൂൺ മുളക് പൊടിയും ഇട്ട് കൊടുത്തിട്ട് പിന്നെ 2 സ്പൂണ് സിർക്ക കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നല്ല പോലെ ഒന്ന് കുഴച്ച് വെക്കുന്നുണ്ട്. എന്നിട്ട് അതിന് ശേഷം ഇതാ ഒരു പാൻ അടുപ്പത്ത് വെച്ച് വെളിച്ചെണ്ണ അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് നമ്മൾ ഈ മസാലക്കൂട്ടൊക്കെ ചേർത്ത ചെമ്മീൻ അതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ലോ ഫ്ലെയിമിൽ അവിടെ വെക്കുക. അത് നല്ല പോലെ ഒന്ന് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്തോണ്ടേയിരിക്കുക. അങ്ങനെ ഇതാ നമ്മുടെ ചെമ്മീനും ഏകദേശം റെഡിയായി വന്നിട്ടുണ്ട്. നല്ല അടിപൊളി ടേസ്റ്റ് ഉണ്ട് അതിന് തിന്നാൻ വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെ ചെമ്മീൻ റോസ്റ്റും റെഡി ആയിട്ടുണ്ട്. അങ്ങനെ അതും ഇറക്കി വെച്ച് ഇനി അടുത്തതായി ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് കുറച്ച് കടുകും കൂടി ഇട്ടിട്ട് നല്ലപോലെ പൊട്ടി വരുമ്പോൾ അതിലേക്ക് ഒരു വലിയ ബീട്രൂട്ടിൻ്റെ പകുതി ഗ്രേറ്റ് ചെയ്തതും 2 പച്ചമുളകും പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് 5 മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക. എന്നിട്ട് താഴെ ഇറക്കി വെച്ചതിന് ശേഷം അതിലേക്ക് തൈര് കൂടി ചേർത്ത് ആവശ്യത്തിനുള്ള ഉപ്പും 2-3 കാന്താരിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിലേക്ക് തൈരും കൂടി ചേർത്ത് നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് അവിടെ വെച്ചാൽ നമ്മുടെ ബീട്രൂട്ട് പച്ചടി റെഡി ആയിട്ടുണ്ട്. പിന്നെ ഇത് അപ്പോഴേക്കും പുറത്തുനിന്ന് നമ്മളെ ചോറൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. അങ്ങനെ ചോറൊക്കെ ഞാൻ വാർത്തെടുക്കുന്നുണ്ട്. അങ്ങനെ അതും വാർത്താൽ നമ്മുടെ ചോറും റെഡി ആയിട്ടുണ്ട്. ഇനി കൂട്ടുകറി ഉണ്ടാക്കണം. അതിനായിട്ട് ഇതാ ഞാൻ കടല കുക്കറിലിട്ടിട്ട് വേവിച്ചെടുത്തിട്ടുണ്ട്. ഒന്നും ഇട്ടിട്ടില്ല, വെള്ളം മാത്രം ചേർത്തിട്ട് വേവിച്ചെടുത്തതാണ്. പിന്നെ അതിലേക്ക് ഉള്ളി, തക്കാളി, പച്ചമുളക്, വെളുത്തുള്ളി, പിന്നെ മല്ലിപ്പൊടി, മഞ്ഞപ്പൊടി, മുളക് പൊടി, പിന്നെ അരിഞ്ഞു വെച്ച പച്ചക്കായും ചേനയും കൂടെ ചേർത്ത് പിന്നെ ഉപ്പും കൂടി ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം കുക്കറിൽ അവിടെ വെക്കുക. ഒരു 2 വിസിൽ വന്നാൽ മതി. അപ്പോൾ തന്നെ വേവും. അങ്ങനെ അതും വെന്തെടുത്തിട്ടുണ്ട്. അതിന് ശേഷം അതിലേക്ക് ഇടാനുള്ള തേങ്ങ വറുത്തെടുക്കുക. അതിനായിട്ട് ഇതാ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തതിന് ശേഷം ഒരു 2 സ്പൂണ് ചെറിയ ജീരകം കൂടി ഇട്ടിട്ട് നല്ലപോലെ മൂത്ത് വരുമ്പോൾ അതിലേക്ക് തേങ്ങ ചിരകിയത് കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ കുക്കറിൽ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാൻ കുരുമുളക് പൊടി ഉണ്ടായിട്ടില്ല. അപ്പോൾ അതിന് ഇല്ലാത്തതുകൊണ്ട് ഞാൻ അതിലേക്ക് കുരുമുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നല്ല പോലെ ഒന്ന് ഒതുക്കി എടുത്തിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. നല്ലോണം വറുത്തെടുക്കേണ്ട തേങ്ങ, ജസ്റ്റ് ഒന്ന് കളർ മാറി വരുമ്പം തന്നെ നമുക്ക് ഒതുക്കിയിട്ട് അതിലേക്ക് കൂട്ടാം. പിന്നെ അതിലേക്ക് കാച്ചാൻ വേണ്ടി കുറച്ച് വെളിച്ചെണ്ണ എടുത്ത് അതിലേക്ക് കടുകിട്ട് പൊട്ടിച്ചിട്ട് അതും കൂടി അതിലേക്ക് ചേർത്ത് കൊടുത്താൽ നമ്മുടെ കൂട്ടുകറിയും റെഡി ആയിട്ടുണ്ട്. എല്ലാത്തിലും വറ്റൽമുളക് ഇടണം. എൻ്റെ അടുത്ത് ഇല്ലാത്തതുകൊണ്ട് വറ്റൽമുളകും കറിവേപ്പിലയും ഒന്നിലും ഇട്ടിട്ടില്ല. അങ്ങനെ ഇതാ കൂട്ടുകറിയും സെറ്റ് ആയിട്ടുണ്ട്. പിന്നെ പായസം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. സേമിയ പായസം ഉണ്ടാക്കി. അപ്പോൾ ഇതാ പാല് നല്ല പോലെ ഒന്ന് തിളച്ച് വരുമ്പോൾ നേർത്ത സേമിയാന്ന് അത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിട്ട് തിളക്കുമ്പം തന്നെ അതിലേക്ക് പഞ്ചസാര, ആവശ്യത്തിനുള്ള പഞ്ചസാരയും ചേർത്ത് കൊടുത്ത് പിന്നെ ഒരു 3 സ്പൂണ് കസ്റ്റാർഡ് പൊടി വെള്ളത്തിൽ കലക്കിയിട്ട് അതും കൂടി ചേർത്ത് കൊടുത്ത് പിന്നെ കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുത്ത് പിന്നെ ഇതാ ഏലക്കായ് 3-4 ഏലക്കായ് കുത്തിയിട്ട് അതും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ എല്ലാം നല്ലപോലെ ഒന്ന് ഇളക്കിയെടുത്ത് നല്ലപോലെ ഒന്ന് തിളച്ചാൽ പായസം റെഡി. അധികം വെന്താൽ ഈ പായസം ടേസ്റ്റ് ഉണ്ടാവില്ല. ഇതുപോലെ ഉണ്ടാക്കിയാൽ അടിപൊളി ടേസ്റ്റാണ്. പിന്നെ ഇതാ 2 സ്പൂണ് നെയ്യ് ഇട്ടിട്ടുണ്ട്, മിൽമ നെയ്യ്. അതിലേക്ക് അണ്ടിപ്പരിപ്പ് മുന്തിരിയും കൂടി ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് വറുത്തെടുത്തിട്ട് പായസത്തിലേക്ക് ചേർത്ത്. പായസം ഇതുപോലെ ഉണ്ടാക്കാത്തവരാണെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കാം, അടിപൊളി ടേസ്റ്റാണ്. പായസം മാത്രമല്ല എല്ലാം ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം. പിന്നെ ഇത് അങ്ങനെ ഏകദേശം പണിയായിട്ടുണ്ട്. ഇനി ഇതാ പപ്പടം പൊരിക്കാനുണ്ട്, പിന്നെ കൊണ്ടാട്ടം മുളകും പൊരിക്കാനുണ്ട്. അങ്ങനെ ഞാൻ വേഗം പപ്പടം പൊരിച്ചെടുക്കുന്നുണ്ട്. പിന്നെ പപ്പടവും കൊണ്ടാട്ടം മുളകെല്ലാം പൊരിച്ചതിന് ശേഷമാണ് എനിക്ക് ഓർമ്മ വന്നത് നമ്മുടെ മെയിൻ ഐറ്റംസായ പുളിയിഞ്ചി ആക്കിയിട്ടില്ലാന്ന്. പിന്നെ അത് ആദ്യം ഞാൻ വിചാരിച്ച് ആക്കണ്ടാന്ന്. സമയം ഒരുപാടായിട്ടുണ്ടായിനി, 2 മണിയായിട്ടുണ്ടായിനി. പിന്നെ എനിക്കൊരു സമാധാനമില്ല. അങ്ങനെ ഞാൻ പുളിയിഞ്ചി ആക്കി ഒരു പാത്രം അടുപ്പത്ത് വെച്ച് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കടുകിട്ട് പൊട്ടിച്ചതിന് ശേഷം ഇഞ്ചി ചെറുതായി അരിഞ്ഞതും പച്ചമുളകും കുറച്ച് വെളുത്തുള്ളിയും കൂടെ ചേർത്തിട്ട് നല്ല പോലെ വഴറ്റിയെടുത്തതിന് ശേഷം അതിലേക്ക് പുളി പിഴിഞ്ഞ് ഒഴിച്ചു കൊടുത്ത് പിന്നെ 2 അച്ച് ശർക്കര കൂടി ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുത്തു. പിന്നെ കുറച്ച് ഒരു 1 സ്പൂൺ മുളകിൻ്റെ പൊടിയും കൂടി ചേർത്തിട്ട് നല്ലപോലെ ഇളപ്പിച്ച് കുറുക്കി എടുത്തിട്ടുണ്ട്. പിന്നെ അങ്ങനെ നമ്മുടെ പുളിയിഞ്ചി റെഡി ആയിട്ടുണ്ട്. പിന്നെ ഇലയൊക്കെ മുറിച്ച് കഴുകി വൃത്തിയാക്കിയിട്ട് ഇതാ വിളമ്പൽ തുടങ്ങിയിട്ടുണ്ട്. ആദ്യം തന്നെ പയറ് മെഴുക്ക് പുരട്ടി, പിന്നെ ബീട്രൂട്ട് പച്ചടി, പിന്നെ അവിയൽ, പിന്നെ കൂട്ടുകറി, പിന്നെ ഇത് അച്ചാറ്, പിന്നെ ചെമ്മീൻ ഫ്രൈ, പിന്നെ കൊണ്ടാട്ട മുളക് വെച്ച് കൊടുത്ത്, പിന്നെ പുളിയിഞ്ചി വെച്ച് കൊടുത്ത്, പിന്നെ ഇതാ ചോറ് വിളമ്പി, പിന്നെ അതിലേക്ക് സാമ്പാറും കൂടി ഒഴിച്ചു കൊടുത്ത്. പുളിയിഞ്ചി കുറച്ച് വെള്ളം അതിനായിട്ട്, എന്നാലും നല്ല സൂപ്പർ ടേസ്റ്റ് ഉണ്ടായിന്. അതിന് കുറുകാനുള്ള ടൈം ഇല്ലാത്തതുകൊണ്ടാണ്. പിന്നെ ഇതാ പപ്പടം കൂടി വെച്ചെടുത്തത്. പിന്നെ മാങ്ങ
പഴുത്ത മാങ്ങയില്ലേ അത് പൊടിച്ചതാണ്. പിന്നെ ഇതാ പായസം കൂടി വിളമ്പി. അങ്ങനെ ഉച്ചക്കത്തെ ഫുഡ് അടിപൊളിയായിട്ട് എല്ലാവരും നിലത്തിരുന്നിട്ടാണ് ഫുഡ് കഴിച്ചത്. അങ്ങനെ നല്ല രസമുണ്ടായിന് ഇതുപോലെ ഇരുന്ന് കഴിക്കാനൊക്കെ. ഏട്ടത്തിൻ്റെ മോളും പിന്നെ ആങ്ങളുടെ മോനൊക്കെ ഉണ്ടായിന് ഇന്ന് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ എല്ലാവരും അടിപൊളിയായിട്ട് ഫുഡ് കഴിച്ച് അങ്ങനെ പിന്നെ ക്ലീനിങ് ഒക്കെ കഴിഞ്ഞ് ഉച്ചക്കത്തെ എല്ലാം ക്ലീനാക്കി എടുത്ത് കഴിയുമ്പോൾ തന്നെ 3 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ വൈകുന്നേരം ചായ കുടിച്ചിട്ടാണ് അവർ പോകുന്നത്. അപ്പോൾ അതിന് ബോണ്ടയാണ് ഉണ്ടാക്കിയത് ചായക്ക് കടിയായിട്ട്. ആർക്കും വേണ്ടിയൊന്നും വരില്ല, കാരണം എന്ന് വെച്ചാൽ ഫുഡ് ഉച്ചക്കത്തെ തന്നെ നല്ലപോലെ തന്നെ എല്ലാവരും കഴിച്ചിട്ടുണ്ട്. ബോണ്ടൻ്റെ കൂടെ പിന്നെ പിസ്സയും കൂടി ഉണ്ടാക്കിയിട്ട് എടുത്തിട്ടുണ്ട്. ബ്രെഡിൻ്റെ അന്ന് സിമ്പിളായിട്ട് വേഗം ഉണ്ടാക്കാമല്ലോ, അപ്പോൾ പിന്നെ അതും കൂടി ഉണ്ടാക്കി അങ്ങനെ എല്ലാം റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അങ്ങനെ അസ്ർ നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് ചായക്ക് വെള്ളം വെച്ചിട്ടുണ്ട്, കട്ടൻ ചായ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ വെള്ളം നല്ല പോലെ തിളക്കാനായിട്ടുണ്ട്. തിളക്കുമ്പോൾ ഇതാ കറണ്ട് പോയിട്ടുണ്ട്, അതുകൊണ്ടാണ് വെളിച്ചക്കുറവ്. അങ്ങനെ അതിലേക്ക് ചായപ്പൊടി കൂടി ഇട്ട് കൊടുത്തിട്ട് നമ്മളെ കട്ടൻ ചായയും റെഡി ആയിട്ടുണ്ട്. അങ്ങനെ എല്ലാം എടുത്ത് ടേബിൾമ കൊണ്ടുവച്ച് ചായൻ്റെ കടിയും ചായയൊക്കെ ടേബിൾമ കൊണ്ടുവച്ചിട്ട് എല്ലാവരും ചായ കുടിച്ചു. പിന്നെ ഇതാ അവർക്ക് കൊണ്ടുപോകാനുള്ള ഡ്രസ്സും കാര്യങ്ങളൊക്കെ പാക്കിംഗ് ഒക്കെ റെഡി ആയിട്ട് അതൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അങ്ങനെ കെട്ടും മുട്ടും ഭാണ്ഡങ്ങളൊക്കെ വണ്ടിയിൽ കയറ്റിയിട്ട് എല്ലാവരോടും യാത്ര പറഞ്ഞിട്ട് അവർ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ അടുത്ത ലീവ് വരെ ഇനി കാത്തിരിക്കണം അവരെ കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ എന്നും പറയുന്നത് പോലെ എൻ്റെ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ. പുതിയ വിശേഷങ്ങളുമായി വരുന്നത് വരേക്കും ബൈ.